Hi everyone, welcome back to my YouTube channel. Moving to Canada from India was very exciting until the culture shock hits me like a snowstorm. ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ലോ ഇവിടെ കുറച്ച് വ്യത്യാസമാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. So I thought I'll share it with you today. No problem. No. Silence on the streets, literally. ഒരു ഉദാഹരണം പറയാം. It's been 2.5 years I moved to Canada. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആയി. ഇതിനിടയിൽ ഒരേ ഒരു തവണ ഞാൻ ഹോൺ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? Yes, Canadians made me do that. Like nobody, ഒരു അൺനെസസറി ആയിട്ട് ഒരാളും ഇവിടെ റോഡിൽ ഹോൺ അടിക്കില്ല, ഒച്ച വെച്ച് സംസാരിക്കില്ല. ഏത് പബ്ലിക് പ്ലേസിൽ പോയാലും തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ബഹളം വെച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് they are very calm and quiet. ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൊന്നും ഇപ്പോൾ എനിക്ക് തന്നെ വശം വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ഹോൺ അടിക്കാൻ വരുവാണെങ്കിൽ പോലും എനിക്ക് എന്തോ ഹോൺ അടിക്കാൻ തോന്നുന്നില്ല. അതുപോലെയാണ് ഇവിടെ തന്നെ അബ്നോർമൽ കാര്യമാണ് ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം വളരെ ചില സാഹചര്യങ്ങൾ മാത്രം ആൾക്കാർ ഹോൺ അടിച്ചാൽ മാത്രമല്ല, അത്ര പേഴ്സണൽ സ്പേസ് ഈസ് സേക്രഡ്. ഒരാളുടെ അടുത്ത് ചെന്ന് വളരെ ക്ലോസ് ആയിട്ട് ചെന്ന് സംസാരിക്കുന്നതോ അവരുടെ അനുവാദവും ഇല്ലാതെ ശരീരത്തിൽ നമ്മൾ തൊടുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ നൗ ഐ ആം ഇൻ ദാറ്റ് വേ എന്ന് വേണമെങ്കിൽ പറയും. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇഷ്ടമാവാതെയായി. അനാവശ്യമായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് കാണുന്ന അപ്പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അടുത്തൊന്നും സംസാരിക്കില്ല. ഇറ്റ്സ് ടോട്ടലി എ നോ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു കോവർക്കറിന് ഒരു പുതിയൊരു ബേബി ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നാട്ടുകാരായോ വീട്ടുകാരാണെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പോയി കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം മേ ബി അവരുടെ സൗകര്യം താല്പര്യമൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതെ, കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസ് അച്ചാച്ചനും അച്ചമ്മയും വന്ന് 1 മണിക്കൂർ കണ്ടിട്ട് പോയി. ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ആരുടെ പ്രൈവറ്റ് സ്പേസിലോ കാര്യങ്ങളൊന്നും കയറി പോകാറൊന്നുമില്ല. ദേ റിയലി ലവ് പ്രൈവറ്റ് സ്പേസ് വെരി മച്ച്. ടിപ്പിംഗ് ഈസ് മാൻഡേറ്ററി കാര്യമായിട്ട്. ഞാൻ ഒരു സെർവറായിട്ടും ബാർ അറ്റൻഡറായിട്ടും ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റുഡൻറ്റ് പീരീഡ്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഐ മെയ്ഡ് ലോഡ് ഓഫ് മണി സീരിയസ്ലി. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ കൾച്ചറാണ് ആക്ച്വലി അമേരിക്കയെക്കാളും. ഇപ്പോൾ അമേരിക്കയുടെ അയൽരാജ്യമായതുകൊണ്ട് തന്നെ കാനഡയ്ക്കും ഈ ടിപ്പിംഗ് കൾച്ചറുണ്ട്. എന്ന് വെച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു $70 കഴിച്ചിട്ട് പോയാൽ മിനിമം ഒരു 15 രൂപയെങ്കിലും അവിടുത്തെ സെർവറിന് ടിപ്പായിട്ട് കൊടുക്കും. യെസ്, വേറൊരു കാര്യം കൂടെ അതിൻ്റെ പുറകുവശത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ 70 രൂപയ്ക്ക് കഴിച്ചിട്ട് പോയ അങ്ങേര് നമുക്ക് 15 രൂപയ്ക്ക് ടിപ്പ് തന്നാൽ പോലും ബാക്ക് ഓഫ് ദ റെസ്റ്റോറൻറ്റ് അവർ ടിപ്പ് ചെയ്തോ ചെയ്തില്ലെങ്കിൽ പോലും സെർവറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ ഒരു ചെറിയൊരു 4, 5, 6% ബാക്ക് ഓഫ് ദ കിച്ചൺ പോകുന്നുണ്ട്. അതായത് അവിടുത്തെ കുക്കിനും ടേബിൾ ബോയ്ക്കും ഒക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഈവൺ അവർ ടിപ്പ് ചെയ്താലും ഇല്ലെങ്കിലും പോലും അത് പോകും. ഇതിവിടെ അതൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് പൊതുവെ എല്ലാ കനേഡിയൻസിനും അറിയാം, എല്ലാ അമേരിക്കൻസിനും അറിയാം. സോ ദേ റിയലി ടിപ്പ് വെരി ഗുഡ്. ഈ ടിപ്പൊന്നും അറിയാത്ത നമ്മൾ മേ ബി ഏഷ്യൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തന്നെ ആ സമയത്തൊക്കെ ഏഷ്യൻസിൻ്റെ ടേബിൾ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേ ഡോണ്ട് ടിപ്പ്, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ ടിപ്പ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പുറകിലെ കിച്ചണിലേക്ക് പേ ചെയ്യേണ്ട ആവശ്യമാണ്. സോ മോസ്റ്റ് ഓഫ് ദി ടൈം ദേ റിയലി ടിപ്പ് വെരി ജനറസ്. എവറിത്തിങ് ക്ലോസസ് ഏർലി. നമ്മുടെയൊക്കെ ഒരു നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 9 മണി 10 മണിക്കൊക്കെ ശേഷമായിരിക്കും ചിലപ്പോൾ ആൾക്കാർ പുറത്ത് പോകുന്നത്, പാർക്കിലും ബീച്ചിൽ നടക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓപ്പൺ മാർക്കറ്റ് പോലുമല്ല, ഒരു ഗ്രോസറി സ്റ്റോറൊക്കെയാണ്. ആ ഗ്രോസറി സ്റ്റോർ തന്നെ 10, 8 മണിക്കോ 9 മണിക്കോ കിടക്കും. ഇനി സിവിയർ വെതറായി ഈ വിൻ്റർ ടൈമിലൊക്കെ അത് കുറച്ചുകൂടെ നേരത്തെ അടിക്കും. ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്ന ഈ കാഫേ സമ്മർ ടൈംസിൽ മേ ബി 9 o'clock വരെ 9 PM വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വിൻ്റർ ടൈമിൽ അത് 4 PM ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ജസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഡേ ടൈം ഡ്യൂറിങ് വിൻ്റർ.
DIY help is real. No help. ഇവിടെ ഗ്രോസറി ചെയ്യുന്നതാണെങ്കിലും കുക്ക് ചെയ്യുന്നതാണെങ്കിലും ലോണ്ട്രി ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യും. അത് ഞാൻ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. നോ മാറ്റർ വാട്ട്, ഹൗ റിച്ച് യു ആർ. നമ്മളുടെ വീട്ടിൽ മുറ്റത്തോ സ്നോ ഒക്കെ പെയ്ത് 10-30 സെൻറ്റിമീറ്ററോ മഞ്ഞുണ്ടെങ്കിൽ പോലും അവരവരുടെ സ്നോയിങ് മെഷീനൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങും. അല്ലെങ്കിൽ ആ പ്ലോയിങ് സാധനമാണെങ്കിലും കോരി എടുത്ത് കളയും. ഫോൾ സീസൺ, ഓട്ടം സീസൺ ആയി കഴിഞ്ഞാൽ മരങ്ങളെന്നൊക്കെയുള്ള ഇലകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെയുള്ള ഗൃഹനാഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ പിള്ളേരായിക്കോട്ടെ, അവർ ആ ഒരു മെഷീനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ അടിച്ച് കളയും. അല്ലെങ്കിൽ ഒരു കുപ്പ വാരുന്ന പോലെ ഒരു സാധനമുണ്ട്, അതൊക്കെ വെച്ചിട്ട് അവർ തന്നെ ക്ലീൻ ചെയ്യും. ഇവിടെ ആരും പരാതി പറയുന്നില്ല, ആരും ആശ്രയിക്കുന്നില്ല. ഇനിയൊക്കെ ഇപ്പോൾ ഒരു നമ്മുടെ വാഷ്റൂമിൽ എന്തെങ്കിലും ഒരു പൈപ്പ് കേടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മാത്രമൊക്കെ ആയിരിക്കും ഇവർ ഒരു ഏജൻസിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് ആൾക്കാർ ഹയർ ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അത് ശരിയാക്കി തരണം. അല്ലാത്ത ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും no help. They are very independent. Strangers make small talk. You have no idea. നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് സിറ്റീസിലെ ലൈഫിൽ അത് കുറവായിരിക്കും, ബട്ട് എസ്പെഷ്യലി കനേഡിയൻസ് അത് ഭയങ്കര ഒരു സിറ്റി ലൈഫിൽ അത് കുറവായിരിക്കും. പക്ഷേ എങ്കിലും കനേഡിയൻസ് ലവ് ടു മേക്ക് എ സ്മോൾ കോൺവെർസേഷൻ. റോട്ടിലൂടെ നടന്നു തുടങ്ങി അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ കടന്നു പോയി എന്ന് പറയും. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നടക്കാൻ പോയി, ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നടക്കാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊരു പുള്ളിക്കാരൻ വന്നിട്ട് എൻജോയിങ് ദ വാക്ക്, ഓക്കെ താങ്ക് യു, യു ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുപോകുന്ന ഒരാളെങ്കിൽ വേറെ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഹായ് ഹൗ ആർ യു ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് തന്നെ ചോദിക്കും. നൈസ് വെതറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിക്കും, നമ്മളെ പരിചയമുള്ള ആരെങ്കിലോ വേറെ ആരെങ്കിലും നമ്മളെ കടന്നു പോകണം, നമ്മൾ എന്ന് പറഞ്ഞാൽ നോക്കുമല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഭയങ്കര ഓപ്പണായിട്ട് എല്ലാവരോടും സംസാരിക്കും. അതിൽ കൂടുതലൊന്നും കോൺവെർസേഷൻ പോകുന്നുണ്ടാവില്ല, ബട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ദി ഇനിഷ്യേറ്റ് ദ കോൺവെർസേഷൻ. വെതർ അപ്ഡേറ്റ്സ് ഓൾ ഡേ. എനിക്ക് പലപ്പോഴും ഇവിടുത്തെ നാളെ മഞ്ഞ് പെയ്യുവാണോ, നാളെ കാറ്റാണോ, നാളെ ഫ്രീസിങ് റെയിൻ ആണോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഓഫീസിൽ പോയിരിക്കുമ്പോഴും ജോലി സ്ഥലത്ത് പോയിരിക്കുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. ദേ ടോക്ക് അബൌട്ട് ഇറ്റ് ഓൾ ടൈം. ഒരു കോൺവെർസേഷനിൽ ഇങ്ങനെ വരും, ഇറ്റ്സ് ഗോണ ബി ഐസ് സ്റ്റോം അഗെയിൻ ദിസ് വീക്ക് എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വെതർ ആപ്പും അപ്ഡേറ്റ്സും നമ്മുടെ കയ്യിൽ ഈ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു ദിവസം നോക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് they look at it all the time and they talk about it. It's ഇപ്പോൾ ജോലി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നല്ലൊരു സൂര്യനൊക്കെ ഉണ്ടെങ്കിൽ പറയും, actually it's a nice weather, enjoy the weather, go for a walk എന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ഓക്കെ drive safe, the roads are really bad, the weather is gonna be bad എന്ന് പറയും. ഇന്നിപ്പോൾ ഞാനും എൻ്റെ കോവർക്കും സംസാരിച്ചപ്പോൾ പുള്ളിക്കാർക്ക് പറയണം, ഓക്കെ അടുത്ത ആഴ്ച there is going to be a വിൻ്റർ സ്റ്റോം. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ബട്ട് ഒരു മാസത്തേക്ക് അപ്പുറമുള്ളതോ 2 ആഴ്ചയ്ക്ക് അപ്പുറമുള്ളതോ നമ്മൾ നോക്കില്ല. ഇന്ന് എന്താണോ കാണുന്നത് മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ. ബട്ട് ദേ ആർ ഓൾ അപ്ഡേറ്റഡ്. അത് നമ്മുടെ ഒരു മണ്ടത്തരമാണ്. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞുതരാം. കാനഡയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള കൊച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ വെതർ എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നല്ലൊരു വെളിച്ചുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 4:02 മഴ പെയ്യുമെന്ന് കാണിക്കുന്നു. there will be a rain at 4:02. ഞാനിങ്ങനെ പുറത്ത് നോക്കിയിട്ട് പറഞ്ഞു, നല്ല വെയിലാണല്ലോ, ഇന്നും മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. കൃത്യം 4:02 മഴ പെയ്തു. കൂടുതൽ നേരമൊന്നും പെയ്തില്ല, ഭയങ്കര ശക്തമായ മഴയും അല്ലായിരുന്നു. ബട്ട് കൃത്യം 4:02 മഴ പെയ്തു. ആൻഡ് വെതർ അപ്ഡേറ്റ്സ് ആർ വെരി പെർഫെക്റ്റ് ഹിയർ ടു. ഒരു 5 ദിവസത്തിന് ശേഷം രാവിലെ 6:30 മഞ്ഞ് പെയ്തെന്ന് പറഞ്ഞാൽ പെയ്തിരിക്കും. അത്രയും അക്യുറേറ്റ് ആണ്. സോ ഫോളോ ദ വെതർ അപ്ഡേറ്റ്സ്. ഷൂസ് ഓഫ് അറ്റ് ദ ഡോർ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് പോയാൽ ചെരുപ്പ് നമ്മൾ പുറത്തഴിച്ച് വെച്ചിട്ട് വീട്ടിനകത്ത് കയറാം. മേ ബി ചിലർ വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും, ചെരുപ്പ് ഉപയോഗിക്കാത്തവരായിരിക്കും. സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ. ഇവിടെയുള്ള ആൾക്കാർ ഒരു പബ്ലിക് പ്ലേസിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ, നിങ്ങളൊരു ലൈബ്രറി പോവുകയാണെങ്കിൽ, നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിൽ പോവുകയാണെങ്കിൽ, ഇനി വേറെന്തോ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ പോവുകയാണെങ്കിൽ യു ഷുഡ് ലീവ് യുവർ ഔട്ട്ഡോർ ഷൂസ് ഔട്ട്സൈഡ്. നമുക്ക് ഇവിടെ ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ ഷൂസ് ഉപയോഗിക്കും കേട്ടോ. വിൻ്ററിന് വിൻ്റർ ബൂട്ട്സ് ഉപയോഗിക്കും, ഫാളിൽ ഫാൾ ബൂട്ട്സ് ഉപയോഗിക്കും, സ്പ്രിങ്ങിന് ആൾക്കാർ
ഒരു ക്രോക്സ് പോലെ തന്നെ പലതരത്തിലുള്ള ബൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. സമ്മറിലായി കഴിഞ്ഞാൽ ആൾക്കാർ സ്ലിപ്പേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ പുറത്തിടുന്ന ചെരുപ്പ് അവർ പുറത്തേ വയ്ക്കും, ആരും ഉള്ളിലേക്ക് കയറ്റിയിട്ട് വരില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ 2 ഷൂസ് എടുത്തിട്ട് പോകും. ഒന്ന് ബൂട്ട്സ് കാലിട്ട് കൊണ്ടുപോകും, അകത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഷൂസ് ഉപയോഗിക്കും. ഇറ്റ്സ് വെരി നോർമൽ. ഇപ്പം ഞാൻ സ്കൂൾ ബോർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സെയിം തിങ്, കാലിൽ ഇട്ടിട്ട് പോകുന്നത് വേറെ, കയ്യിലൊന്ന് കരുതുന്നത് വേറെ. എന്നിട്ട് സ്കൂളിനകത്ത് കയറുന്ന സമയത്ത് അകത്ത് ബൂട്ട്സ് വേറെ ഉപയോഗിക്കും. ഇത് വലിയ മുതിർന്നവർ മാത്രമല്ല, കുഞ്ഞു കുട്ടികളായാലും കുട്ടികൾ വരുന്ന സമയത്ത് ബൂട്ട്സ് ഇട്ടിട്ടുകൊണ്ട് വരും, ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഇൻഡോർ ഷൂസ് സെപ്പറേറ്റ്. ടീൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. നമ്മളുടെ നാട്ടിൽ 10-25 വയസ്സായാലും ഇനിയിപ്പോൾ 30 വയസ്സായാലും നമ്മൾക്ക് ജോലിയൊന്നും ആയില്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മൻ്റെ ചിലവിൽ അങ്ങ് സുഖിച്ചങ്ങ് കഴിയുമായിരിക്കും അല്ലേ. ബട്ട് ഇവിടെ ഒരു 10-12 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ ഇപ്പോൾ അവർക്ക് സമ്മർ ഹോളിഡേയ്സ് അടയ്ക്കുകയാണെങ്കിൽ അവർ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങും. ഐ എം നോട്ട് ജോക്കിങ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ പ്രൊഫസർ അടക്കം തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം 12. പാർട്ട് ടൈം ജോലിക്ക് പോവും, അവിടെ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്ന ആ ത്രൂ ഔട്ട് ദി ഇയർ മേ ബി അവർക്ക് എന്തെങ്കിലും സ്കൂളിലോ കാര്യങ്ങളോ വല്ല ആവശ്യ ചിലവുകൾക്ക് അവരത് ഉപയോഗിക്കും. ദേ ആർ സോ ഇൻഡിപെൻഡൻറ്റ് അറ്റ് വെരി ഏർലി. അതൊരു ഇല്ലീഗൽ കാര്യമേ അല്ല. കുഞ്ഞു കുട്ടികൾ വർക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല. ഇനിയിപ്പം 12 വയസ്സിനുള്ള താഴെയുള്ള പിള്ളേരൊക്കെ തന്നെയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെന്താ പറയുക, ജ്യൂസ് ഇങ്ങനെയൊക്കെ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്കൂൾ ബോർഡിൻ്റെ തന്നെ ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു ജ്യൂസൊക്കെ കലക്കിയിട്ട് അല്ലെങ്കിൽ ക്യാൻഡീസൊക്കെ നിരത്തി വെച്ചിട്ട് ഒരു കൗണ്ടർ പോലെ ഇരിക്കും. പിള്ളേരായിരിക്കും, വളരെ കുഞ്ഞു പിള്ളേർ. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന മണി അവർ കളക്ട് ചെയ്യും, അല്ല ഡൊണേഷനോ കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ കുഞ്ഞു നാൾ മുതലേ അവർക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. ക്രോസ് വാക്ക് ഒബ്സെഷൻ. നമ്മൾ വലിയ വലിയ സിറ്റിയിൽ പോകുമ്പോൾ റോഡ് എത്ര ബിസി ആണെങ്കിൽ 4-5 ലൈനുള്ള റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രോസ് വാക്ക് ഉണ്ടല്ലോ, അതായത് സീബ്ര ക്രോസിങ്. നമുക്കിങ്ങനെ ഒരു ബട്ടൺ പോയി പിതുക്കണം. അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആ പോകാനുള്ള 2 റോഡും ക്ലോസ് ചെയ്തിട്ട് നമ്മൾക്ക് വഴി നടക്കാനുള്ള വഴി കാറുകൾ നിർത്തിയിട്ട് സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾക്ക് നടക്കാൻ ടൈം തരും. അപ്പോൾ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യില്ല അനാവശ്യമായിട്ട്. അപ്പോൾ ക്രോസ് വാക്ക് തന്നെ ഉപയോഗിക്കുള്ളൂ. ഇനിയിപ്പോൾ അത്രയും വലിയൊരു സിറ്റിയിലോ അത്രയും റഷുള്ളൊരു ട്രാഫിക്കിന് ഇടയിലാണെങ്കിൽ പോലും അത് 2 മിനിറ്റ് കറങ്ങി തിരിഞ്ഞാണ് നമ്മൾക്ക് പെഡസ്ട്രിയന് പോകാനുള്ള ലൈറ്റ് കത്തുന്നെങ്കിൽ അതുവരെ ഒരു കുഴപ്പമില്ലാതെ പേഷ്യൻസോടുകൂടെ അവർ വെയിറ്റ് ചെയ്യും. നമ്മൾക്കായിരിക്കും കാണുമ്പോൾ അയ്യോ ഇതെന്താ അവർ കിടക്കാത്തേ, അല്ലെങ്കിൽ ഒന്ന് ഓടിയാലോ ഒന്ന് ചാടിയാലോ എന്നൊക്കെ തോന്നും. ബട്ട് ദേ ആർ സോ ഒബ്സെസ്ഡ്. അതുപോലെ തന്നെ ഈവൻ അറ്റ് നൈറ്റ് ടൈം, പാതിരാത്രിക്ക് റോഡിൽ കാറുകളോ വണ്ടികളോ ഇല്ലെങ്കിൽ പോലും അവർ ക്രോസ് വാക്കുകൾ ആ ബട്ടൺ അമർത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ സിഗ്നൽ കൊടുക്കുമ്പോൾ മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൽ വേറെ ഒരു വാഹനങ്ങളില്ലെങ്കിലും പെട്ടെന്ന് ഒരു സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ടാൽ അവിടെ വേറെ ഒരു വണ്ടി ഇല്ലെങ്കിൽ പോലും നമ്മൾ ആരും അവിടെ റൂൾസ് ഒബേ ചെയ്യാതിരിക്കില്ല. നമ്മളവിടെ വണ്ടി നിർത്തി, അത് 5 മിനിറ്റിൻ്റെ സിഗ്നലാണെങ്കിൽ 2 മിനിറ്റിൻ്റെ സിഗ്നലാണെങ്കിൽ അവിടെ നിർത്തി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നടന്നു പോകുന്നത്, മീൻസ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ്സ് ദാറ്റ്. മൾട്ടികൾച്ചർ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാനഡ ഈസ് ബിൽഡ് ഓൺ ഇമിഗ്രേഷൻ. ലോകത്തു നിന്നുള്ള പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ പലായനം ചെയ്തും അവരുടെ അപ്പൂപ്പന്മാർ മുതൽ പലായനം ചെയ്ത് വന്നിരിക്കുന്ന ഒരു നാടാണ് കാനഡ. അഭയാർത്ഥികളായിട്ടും ഇമിഗ്രൻസ് ആയിട്ടും സ്റ്റുഡൻ്റ് ആയിട്ടും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നാണ്. ബട്ട് അതൊരു മൾട്ടികൾച്ചറൽ ഒരു കൺട്രി ആണെങ്കിൽ പോലും നിങ്ങളൊരു ദോശ നിങ്ങളുടെ ലഞ്ച് ബോക്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ people would look at that, like എന്നിട്ട് ചോദിക്കുന്നത് എന്താ സംഭവം, എന്താ ഇതിൻ്റെ റെസിപ്പി. അപ്പം ഞാനിങ്ങനെ തത്തേ താന്ന് പറയും. എങ്ങനെയത് പറഞ്ഞു കൊടുക്കുക? ചില സമയത്ത് നൂൽപുട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇനി ദോശ ആണെങ്കിൽ അല്ല സാമ്പാറാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ. ഇനിയിപ്പം കൈ കൊണ്ട് കഴിക്കുന്നതന്നെ അവര് ചിലവർക്കറിയാം, മീൻസ് ഇന്ത്യൻസിന് ഇങ്ങനൊരു ട്രഡീഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ചിലവർക്ക് അറിയാം. ബട്ട് എങ്കിലും എന്നോട് ചോദിക്കും, ഓ യു ഈറ്റ് ലൈക്ക് ആൻ ഇന്ത്യൻ. യെസ് ഓഫ് കോഴ്സ് ഐ ആം ഇന്ത്യൻ. ബട്ട് അതൊരു പുതിയൊരു ലോകമാണെന്ന് വേണമെങ്കിൽ പറയാം. ദേ സ്റ്റെയർ അറ്റ് യു വെരി മച്ച്. ചിലവർക്ക് അത് നമ്മൾ കൈകൊണ്ട് കഴിക്കുന്ന ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അൺസിവിലൈസ്ഡ് ആയിട്ട് പറയും. പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കുകയില്ല. നോ മാറ്റർ വാട്ട്, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കൈകൊണ്ട് തന്നെ കഴിക്കും. ഈവൻ ഇഫ് ദേ സ്റ്റെയർ അറ്റ് യു, നോ മാറ്റർ, ഐ ആം ഗോണ എൻജോയ് മൈ ദോശ
dipping in my sambar. Healthcare is free, but slow. എൻ്റെ ഒരു ക്ലയൻറ്റിനുണ്ടായ എക്സ്പീരിയൻസ് പറയാം. സ്റ്റെയർ കേസിൽ നിന്ന് വീണ് ഹെഡ് ഇഞ്ചുറി സംഭവിച്ചു, തലയിലൊരു വെട്ടുണ്ടായി, തലയിലൂടെ ബ്ലീഡിംഗ് ആണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്ത വെയിറ്റിംഗ് ടൈം 6 hours. 6 hours. I repeat that. തല മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. So they made us wait for 6 hours. Yes. ഇത് വളരെ കോമൺ ആണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഫ്രീ ആണ്. നമ്മൾക്ക് ഒരു ബില്ലും പേ ചെയ്യണ്ട. ഇവിടെ നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടും. പക്ഷെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും പല സ്കാനിങ്ങും വേറെ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുക്കാനും ഒരുപാട് കാലതാമസമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഡോക്ടർ. ഇപ്പോൾ വല്ല പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കഫ് സിറപ്പോ വല്ല തൊണ്ടയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കും. ഇവിടെ ആണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ പാരസെറ്റമോൾ പോലുള്ള ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവിടെ ഏത് ആൾക്കാരും കൊടുക്കാറില്ല. പിന്നെ ആ ഒരു ഓപ്ഷനും ഇല്ല. സോ ഹെൽത്ത് കെയർ ഇസ് സോ ഡിഫറെൻറ്റ്. നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരു ചുമ ജലദോഷം എന്താണെങ്കിലും പോയി നമ്മളൊരു താലൂക്ക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ളൊരു ക്ലിനിക്കിലെങ്കിലും പോയി കാണിക്കുമായിരിക്കും. ബട്ട് ഹിയർ മരുന്നും കിട്ടാൻ വഴിയില്ല, ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും കിട്ടില്ല, ഡോക്ടറെ കാണാനും പറ്റില്ല. ഒരു എമർജൻസി, പനിക്കും ജലദോഷത്തിനല്ല, ബട്ട് ഈവൺ ഒരു എമർജൻസി കാര്യത്തിന് പോലെ ആണെങ്കിൽ പോലും ഡോക്ടറെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. സ്കൂൾ ലൈഫ് ഇസ് ചിൽ. ഞാൻ സ്കൂൾ ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രേയേഴ്സ് ഇല്ല, ഒരു പ്രഷറില്ല, ഹോംവർക്ക് ഇല്ല, ഒന്നുമില്ല. പിള്ളേരുടെ സ്കൂൾ ബാഗിൽ ഒരു ബുക്കോ ഒരു പേനയോ ഒരു പെൻസിലോ ഉണ്ടായി. അവർ വരുന്നത് മേ ബി അവർക്ക് ചിലപ്പോൾ ഒരു കളിക്കാനൊരു ഐപാഡ് ഉണ്ടാവും. അത് ചില സ്കൂളിൽ അവർക്ക് തന്നെ അസൈൻ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഐപാഡ് ഉണ്ടാവും. ഞാൻ കുഞ്ഞു പിള്ളേരുടെ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് ഹോംവർക്കൊന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് പഠിക്കുന്നതേ അല്ല. സ്കൂളിൽ സ്കൂൾ ബോർഡിൽ അവർക്ക് വല്ല ആക്ടിവിറ്റീസ് കൊടുക്കും, അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്ത് ഒരു 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ഒട്ടുമിക്ക ക്ലാസ് റൂമിലും 4 ചുവരിലായിട്ട് കുറേ കളിപ്പാട്ടുണ്ട്. ആ കളിപ്പാട്ടം വെച്ച് കളിക്കുക, കളിയിലൂടെ കാര്യം പഠിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. പിന്നെ കോളേജിൻ്റെ ലെവലിൽ എത്തിയാൽ പോലും നമുക്ക് അസൈൻമെൻറ്റ്സ് കാര്യങ്ങളുടെ കൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആർ സൂപ്പർ കൂൾ. നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പ്രായത്തിന് മൂത്തവരെ നമ്മൾ ചേട്ടാ ചേച്ചി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഒരാളുടെ പേരിൽ ലാസ്റ്റ് നെയിം വിളിക്കുക. അപ്പോൾ എൻ്റെ പേര് അശ്വിനി മധുസൂദനൻ ആണെങ്കിൽ മിസ് മധുസൂദനൻ വിളിക്കുന്നതാണ് ഒരു റെസ്പെക്റ്റഡ് ഫോം. ബട്ട് ഇവിടുത്തെ പിള്ളേർ അതുപോലും ഇല്ല. ഐ മീൻ അങ്ങനെ വിളിക്കാറില്ല. ദാറ്റ്സ് വെരി ചിൽ, ദാറ്റ് ഈസ് വെരി കോമൺ. എൻ്റെ ഫസ്റ്റ് നെയിം പറഞ്ഞു തന്നെ ആയിരിക്കും വിളിക്കുന്നത്. അശ്വിനി എന്ന് തന്നെ വിളിക്കും. നമ്മൾക്കൊക്കെ ആദ്യം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ പഠിപ്പിച്ചൊരു ആൻ മരിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ മിസ്സസ് ആൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തി പറയും, ഓക്കെ യു ആർ ഫ്രം ഇന്ത്യ, ഐ നോ യു ഗൈസ് വിൽ റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് ബട്ട് ഐ ഡോണ്ട് നീഡ് യുവർ റെസ്പെക്ട്, കോൾ മീ ആൻ, കോൾ മീ ആൻ എന്ന് പറഞ്ഞ് 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 നമ്മൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയതാണ്. സീരിയസ്ലി അങ്ങനെ ഒരു ചിൽ ലൈഫാണ് ഇവിടുത്തെ ഒരു സ്കൂൾ. മെട്രിക് സിസ്റ്റം. ഇവിടുത്തെ മെട്രിക് സിസ്റ്റം കിലോഗ്രാമിലല്ല നമ്മളെ വെയിറ്റ് പറയുന്നത്, പൗണ്ടിലാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവർ പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലല്ല, ഫാരൻഹീറ്റിലാണ്. ഇവിടുത്തെ ഹൈറ്റ് അളക്കുന്നത് അവർ ഫീറ്റിലാണ്. എത്ര ഹൈറ്റ് ഉണ്ട് അശ്വിനി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും 160, ഇത്രയും സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും ഹൗ മച്ച് ദാറ്റ് ഇൻ ഫീറ്റ്. അപ്പോൾ അതെനിക്ക് പറയാനും പറയുന്നില്ല. അപ്പം ഞാൻ നോക്കും, അല്ലെങ്കിൽ അവർ പറയുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ നോക്കും. അവർ പൗണ്ടിൽ പറയും, ഞാൻ കിലോഗ്രാമിൽ പറയും. അവർ ഫീറ്റിൽ പറയും, ഞാൻ സെൻറ്റിമീറ്ററിലോ അങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് വന്ന എനിക്കുണ്ടായ ഒരു കൾച്ചർ ഷോക്ക്. ടുഡേ ഹിയർ ഐ ആം അറ്റ് കോഫി ഷോപ്പ്. ജോലി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഒരു ചായയും വാങ്ങിച്ച് ഞാൻ കുടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലോ. കാനഡ ഈസ് കൈൻഡ്, കാം ആൻഡ് ടോട്ടലി എ ഡിഫറെൻറ്റ് വൈബ്. എനിവേ, കൾച്ചർ ഷോക്ക് ഈസ് റിയൽ. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ.